ഹായ് ഫ്രണ്ട്സ്, മൊബൈൽ ഫോൺ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാമെന്നതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്പീക്കറിൽ പൊടി കയറിയിട്ട് ആ സ്പീക്കർ ഹോൾ അടഞ്ഞിട്ട് സൗണ്ട് കുറവായിട്ട് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ മുകൾ ഭാഗത്ത്, ആ സ്പീക്കർ വരുന്ന ഭാഗത്ത് ഒരു ബ്രഷ് ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് സ്പീക്കറിൻ്റെ അവിടെയും അപ്പോൾ കീബോർഡിലും ചാർജിംഗ് പോർട്ടും എല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് വൃത്തിയായി സൂക്ഷിച്ചാൽ സൗണ്ട് കുറയുന്നത് ഒരു പരിധി വരെ ഒഴിവാക്കാം. ഒപ്പം ചാർജിംഗ് പോർട്ട് ക്ലീൻ ചെയ്യുന്നത് വഴി ചാർജിംഗ് പോർട്ടിൽ പൊടി കയറി അവിടെ അടഞ്ഞ് പിന്നീട് ചാർജ് കയറാത്ത അവസ്ഥയാവും. ആ ഒരു അവസ്ഥയും ഒഴിവാക്കാൻ ഇത് ക്ലീൻ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇനി നമ്മൾ ഡിസ്പ്ലേ ക്ലീനർ ഉപയോഗിച്ച് മൊബൈൽ ക്ലീൻ ചെയ്യുമ്പോൾ ഇത് ഡയറക്റ്റ് ഡിസ്പ്ലേയുടെ മുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത് സാധാരണ. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ സ്പീക്കറിൻ്റെ അവിടേക്കാണ് നിങ്ങൾ അത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സ്പീക്കറിലേക്ക് ഈ ലിക്വിഡ് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ലിക്വിഡ് അപ്ലൈ ചെയ്യുമ്പോൾ കഴിവതും മൊബൈൽ ഫോണിൻ്റെ സെൻറ്ററിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ തുണി കൊണ്ട് ബാക്കി ഭാഗത്തേക്ക് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല മാർഗം ആദ്യമേ ഇത് തുണിയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നീട് മൊബൈൽ ഫോൺ ക്ലീൻ ചെയ്യുക, ആ ഡിസ്പ്ലേ ക്ലീൻ ചെയ്യുക. അതാണ് കുറച്ചുകൂടെ നല്ല മാർഗം. അതുപോലെ തന്നെ ഡിസ്പ്ലേ പൊട്ടിയിരിക്കുകയാണ്, പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ചെറിയ ചെറിയ പൊട്ടലുകളുണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെയുള്ള ലിക്വിഡുകൾ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ നിൽക്കരുത്. ആ പൊട്ടിയിരിക്കുന്ന ഭാഗത്തേക്ക് ഈ ലിക്വിഡ് കയറിയിട്ട് അത് വീണ്ടും ഒരു ഡാമേജ് ആവാനായി സാധ്യതയുണ്ട്. ഗ്ലാസ് പൊട്ടിയിരിക്കുന്ന ഫോണാണെങ്കിൽ എത്രയും വേഗം തന്നെ ഗ്ലാസ് മാറുക. ഇപ്പോൾ വരുന്ന ഫോണുകളുടെയൊക്കെ ഗ്ലാസ് മാത്രം ഫ്രണ്ടിൽ നിന്ന് മാറാൻ പറ്റും, ഡിസ്പ്ലേയോ ടച്ചോ മാറ്റാതെ തന്നെ. അങ്ങനെയുള്ള ഫോണുകളാണെങ്കിൽ ആ ഗ്ലാസ് മാത്രം മാറാൻ ശ്രമിക്കുക. ഇനിയുള്ളതിൻ്റെ ക്യാമറയാണ്. നമ്മൾ ബാക്കിൽ ഇതിൻ്റെ ക്യാമറ എടുക്കുമ്പോൾ നമ്മൾ ഫോൺ സാധാരണഗതിയിൽ താഴേക്ക് വെക്കുമ്പോൾ ആ ക്യാമറയുടെ ആ ഗ്ലാസ് വന്ന് തറയിൽ തട്ടും. അങ്ങനെ ആ ഗ്ലാസ്സിൽ സ്ക്രാച്ച് വീഴും. അങ്ങനെ ക്യാമറയുടെ ക്ലാരിറ്റി കുറഞ്ഞു പോകും. ക്യാമറയുടെ ഗ്ലാസ്സിൽ മാത്രം ഒട്ടിക്കാവുന്ന സ്റ്റിക്കറുകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള പ്രൊട്ടക്ടർ ഒട്ടിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ക്രാച്ച് വരുമ്പോൾ നമുക്ക് ആ പ്രൊട്ടക്ടർ ഇളക്കി കളഞ്ഞിട്ട് വീണ്ടും പുതിയത് ഒട്ടിക്കാം. അപ്പോൾ നിങ്ങളുടെ ആ ക്യാമറയുടെ ക്ലാരിറ്റി പോവില്ല. ഇനി പല ഫോണുകളുടെയും ആ പ്രൊട്ടക്ഷൻ ഗ്ലാസ് പലതിനും പല അളവിലാണ്. അതുകൊണ്ട് ചിലതിനൊന്നും കിട്ടാൻ സാധ്യതയില്ല പുറത്ത്. അങ്ങനെ കിട്ടാത്ത ഫോണുകളാണെങ്കിൽ ക്യാമറയുടെ അടുത്തായി ക്യാമറ മറയാത്ത രീതിയിൽ ഒരു സ്റ്റിക്കർ പൊട്ടെടുത്ത് ഒട്ടിച്ചു വെക്കുക. അപ്പോൾ ആ ക്യാമറ താഴെ വന്ന് തട്ടുന്നത് ഒഴിവാകും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.